ഈ വർഷം കീ ഹാൻഡ് ഓവർ ചെയ്യപ്പെടുന്ന ഒരു പുതിയ 3 BHK ഫ്ലാറ്റിൻ്റെ ലിവിംഗ് ഏരിയയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം മണ്ണന്തല സെൻറ്റ് തോമസ് സ്കൂളിൽ നിന്നാണെങ്കിൽ വെറും 1.5 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ്. കൂടാതെ വഴയിലെ ബ്രിഡ്ജിൽ നിന്നാണെങ്കിൽ 2.5 കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടുള്ള ദൂരം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മാസം ബുക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാ റൂമിലേക്കും AC ഓഫറായിട്ട് കിട്ടുന്നതാണ്. അതും ബ്ലൂ സ്റ്റാറിൻ്റെ AC ആണ് കിട്ടുന്നത്. അതുപോലെ എല്ലാ റൂമിലും AC കൂടാതെ ഈ മാസം ബുക്ക് ചെയ്യുന്നവർക്ക് 1 ലക്ഷം രൂപയുടെ ടിവിയും ഫ്രിഡ്ജും കൂടാതെ നമുക്ക് വീട്ടുപകരണങ്ങളും സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ ഹൈലൈറ്റ് പ്രൈസ് തന്നെയാണ്. ടോട്ടലി 1575 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമും 3 അറ്റാച്ച്ഡ് വാഷ്റൂമും 3 ബാൽക്കണിയും കൂടാതെ ഒരു യൂട്ടിലിറ്റി റൂം വരുന്ന ഈ ഫ്ലാറ്റിൻ്റെ ആസ്കിംഗ് പ്രൈസ് 88 ലക്ഷം രൂപയാണ്. അതും GSTയും കാർ പാർക്കിംഗ് ഉൾപ്പെടെയുള്ള പ്രൈസാണ്. ആ പ്രൈസ് നെഗോഷ്യബിളുമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഫ്രണ്ടിൽ ബാൽക്കണി വരുന്ന ഒരു ലിവിംഗ് ഏരിയയിലാണ്. ഇതൊക്കെ മോക്കപ്പാണ്, നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതാണ് ഡൈനിങ് ഏരിയ. ഇവിടെ ഇപ്പോൾ ഒരു ടേബിളും 4 ചെയറും ഇട്ടിരിക്കുന്നത്. നമുക്ക് 6 ചെയറോ 8 ചെയറോ ഉള്ള സ്പേസ് ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ വാഷിംഗ് ഏരിയയിലേക്ക് വരാം. ഈ ഒരു ഫോയർ എന്നാണ് നമ്മുടെ വാഷിംഗ് ഏരിയയിലേക്ക് വരുന്നത്. ഇവിടെയാണ് വാഷിംഗ് കൊണ്ട് കൊടുത്തിരിക്കുന്നത്. സിംബോളുടെ ഫിറ്റിംഗ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കോളറിൻ്റെയാണ് ഇവിടെ ടാപ്പ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലെല്ലാം ഒരു സിമ്പിളായിട്ടുള്ള സർഫസ് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നോർമലി ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നമുക്ക് എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഇൻറ്റീരിയർ ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇനി ഇവിടെയാണ് കിച്ചൺ ഏരിയ. കിച്ചൺ നോക്കുമ്പോൾ ഫുഡ് ആൻഡ് ഹോബൊക്കെ കൊടുത്തിരിക്കുകയാണ്. ഇത് എല്ലാം കസ്റ്റമൈസേഷനാണ്, മോക്കപ്പാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തു തരുന്നതാണ്. അതിന് അഡീഷണൽ കോസ്റ്റ് ആവുന്നതാണ്. ഇവിടെ ഇതേപോലെ നീറ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ തന്നെ ഇവിടെ ഒരു യൂട്ടിലിറ്റി സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇൻക്ലൂഡ് ആയിരിക്കും. പിന്നെ എല്ലാ ഫ്ലാറ്റുകളിലും ഇതേപോലെ തന്നെ ആയിരിക്കും. നമുക്ക് ഈ സ്പേസ് എല്ലാം ഇങ്ങനെ വരുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഈ ഒരു ഭാഗത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് ബെഡ് കാണാം. അതുപോലെ ഇവിടെ വാൾ പേപ്പറൊക്കെ ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഫാൻ കൊടുത്തിട്ടുണ്ട്, വാർഡ്രോബ് നൽകിയിട്ടുണ്ട്, അറ്റാച്ച്ഡ് വാഷ്റൂം ഉണ്ട്. ഇവിടുത്തെ ഒരു റൂമിൻ്റെ സ്പേസ് നോക്കുവാണെങ്കിൽ ഏകദേശം 12-11 സൈസിൻ്റെ റൂമാണ്. ഈ ഒരു വാഷ്റൂം അറ്റാച്ച്ഡ് ആണ്. അറ്റാച്ച്ഡ് വാഷ്റൂം എല്ലാം വോൾ മൗണ്ടഡ് ക്ലോസറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ്. ജാഗുവറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എക്സോസ്റ്റ് ഫാനും കൊടുത്തിട്ടുണ്ട്. എല്ലാം സീലിംഗ് ഹൈറ്റുള്ള ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കിട്ടുമ്പോൾ ഈ ഒരു അറ്റാച്ച്ഡ് വാഷ്റൂം ഇങ്ങനെ ആയിരിക്കും. എല്ലാ ഫിറ്റിംഗ്സും ഉണ്ടായിരിക്കും. കൂടാതെ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. മൊറോക്കൻ സീരീസിലുള്ള ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഇതും ബാൽക്കണി വരുന്ന അറ്റാച്ച്ഡ് വാഷ്റൂമുള്ള ബെഡ്റൂമാണ്. ഇതിനൊരു സൈസ് വരുന്നത് 12-10 സൈസാണ് വരുന്നത്. ഇവിടെയും അറ്റാച്ച്ഡ് വാഷ്റൂം ഉണ്ട്. വലിയൊരു ബാൽക്കണി നൽകിയിരിക്കുന്നത്. അവിടെയും മൊറോക്കൻ സീരീസിലുള്ള ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഈ ഒരു ഭാഗത്തേക്കാണ് ഈ ഒരു ഫോയർ എന്നാണ് നമ്മൾ നേരെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകുന്നത്. ഈ ഒരു മൂന്നാമത്തെ ബെഡ്റൂം നോക്കുകയാണെങ്കിൽ അതും സ്പേസുള്ള ബെഡ്റൂം തന്നെയാണ്. ഏകദേശം 12-11 സൈസുള്ള റൂം തന്നെയാണ്. ഇവിടെ ഇതേപോലെ നമുക്ക് ഡെക്കോർ എടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ബേ വിൻഡോ പോലെ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ആ ഒരു സ്പേസിൽ നമുക്ക് വാർഡ്രോബ് ചെയ്തും, അതായത് കൺസീൽഡ് ആയിട്ടുള്ള വാർഡ്രോബും ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ആയിട്ട് അറ്റാച്ച്ഡ് വാഷ്റൂം ഉണ്ട്. ഇവിടെ ഈ ഫിറ്റിംഗ്സ് എല്ലാം ജാഗോറ യൂസ് ചെയ്തിരിക്കുന്നത്. ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ പ്രത്യേകിച്ച് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് TMD ബാസ് ആണ്. അതും പ്രീമിയറിൻ്റെ 550D TMD ബാസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഓരോ മില്ലിമീറ്റർ വരുന്ന തിക്നെസ് വരുന്നതാണ് ഈ ഓരോ സെക്ഷനിലെ കാണുന്നത്. കൂടാതെ തന്നെ ഈ പൈപ്പ് ഫിറ്റിംഗ്സ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഓരോ ബ്രാൻഡിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്. ഗുഡ് വില്ലുണ്ട്, അതുപോലുള്ള ബ്രാൻഡ്സ് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആംഗിൾ പൈപ്പുകളും അങ്ങനെ ഓരോന്നും അതിൻ്റെ തിക്നെസ് നമുക്കിവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഓരോന്നും ഓരോ ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇലക്ട്രിക്കലിൻ്റെ അതിൻ്റെ കമ്പോണൻസും സ്വിച്ച് ബോർഡും എല്ലാം കാണാം. അത് ഹണിവെൽ എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം വാറണ്ടി ഉള്ളതാണ്. അതെല്ലാം ഇത്രയും ക്വാളിറ്റി വരുന്നതാണ്. അതെല്ലാം നമുക്ക് നേരിട്ട് ഇവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാനും പറ്റുന്നതാണ്. ഇവിടെ നിന്ന് കവടിയാറിലേക്ക് ഇപ്പോൾ വളരെ എളുപ്പമാണ്. ഇനി ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്കാണെങ്കിൽ വെറും 10 കിലോമീറ്റർ മാത്രമാണ് ദൂരം. പിന്നെ ഇത് പ്രൈം ലൊക്കേഷനാണ്. കാരണം സിറ്റിയിലേക്ക് ആക്സസ് ചെയ്യാൻ വളരെ എളുപ്പമുള്ള ലൊക്കേഷൻ കൂടിയാണ്. അപ്പോൾ ടോട്ടലി 1585 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമും 3 അറ്റാച്ച്ഡ് വാഷ്റൂമും 3 ബാൽക്കണിയും കൂടാതെ ഒരു യൂട്ടിലിറ്റി റൂം വരുന്ന ഈ ഒരു ഫ്ലാറ്റിൻ്റെ ആസ്കിംഗ് പ്രൈസ് 88 ലക്ഷം രൂപയാണ്. അതും കാർ പാർക്കിംഗ് GST ഉൾപ്പെടെയുള്ള പ്രൈസാണ്. നമുക്ക് രജിസ്ട്രേഷൻ കോസ്റ്റ് മാത്രമാണ് എക്സ്ട്രാ വരുന്നത്. അതും പ്രൈസ് നെഗോഷ്യബിളുമാണ്. ഇനി 2 BHK ആണെങ്കിൽ 1085 സ്ക്വയർ ഫീറ്റാണ്. അതിൻ്റെ പ്രൈസ് 61 ലക്ഷം രൂപയേ ഉള്ളൂ. അതും ഇതുപോലെ കാർ പാർക്കിങ്ങും GST ഉൾപ്പെടെയുള്ള പ്രൈസാണ്. അതും പ്രൈസ് നെഗോഷ്യബിളാണ്. അപ്പോൾ ഇതിൽ 2 BHK 3 BHK ഫ്ലാറ്റ് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ഫ്ലാറ്റുമായി കാണാം.